ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ നല്ല മാങ്ങയൊക്കെ കഴുകി നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കനം കുറവായി നല്ലപോലെ ചെത്തിയെടുക്കണം. ഇതേപോലെ തന്നെ മാങ്ങ ഇപ്പോൾ അല്പം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും പ്രശ്നമില്ല. നല്ല വെയിലുള്ള സമയത്താണ് നമുക്ക് ഈ മാങ്ങ ഇതുപോലെയൊക്കെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ തന്നെ ഇതുപോലെ തന്നെ ചെത്തിയെടുക്കുക. നമ്മളിപ്പോൾ ഒരു വേനൽക്കാലത്ത് നമുക്ക് എത്ര മാങ്ങ ലഭിക്കുമെങ്കിലും നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആയാലാവും നമുക്ക് മാങ്ങയൊക്കെ ഒരുപാട് അച്ചാറിട്ട് കഴിക്കാനുള്ള കൊതി വരിക. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കൊള്ളാനായിട്ട് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഴുവനായി നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ ചെത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ്. ഇതുപോലെ ചെത്തിയെടുത്ത പാത്രത്തിലേക്ക് ഒരുപാടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അച്ചാറിലേക്ക് ഇടുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് മുന്തി നിൽക്കാൻ തരത്തിൽ നമ്മൾ കല്ലുപ്പ് വിതറി കൊടുക്കുക. കയ്യിൽ വെച്ചും ഇളക്കാതിരിക്കുക. നമ്മൾ ഇതുപോലെ പാത്രം പിടിച്ച് കുടഞ്ഞ് എടുക്കുക. അപ്പോൾ ഇതുപോലെ കുടഞ്ഞ് വെച്ച് നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. രാത്രിയാണ് ഇപ്പോൾ ഞാനിത് ചെയ്തത്. നിങ്ങൾ വൈകിട്ട് രാത്രി ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ. പിറ്റേ ദിവസമായിട്ടുണ്ട്. നമുക്ക് മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ 2-3 വട്ടം കിടക്കുന്നതിന് മുമ്പേ കുടഞ്ഞു വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിൽ നിന്നൊക്കെ വാർത്ത് മുറ്റത്ത് നല്ല വെയിലുള്ളപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ഒരു ഷീറ്റിട്ട് അതിലേക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേണ്ട വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ മാങ്ങയിലത്തെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇപ്പോൾ കാണാനായിട്ടില്ല. എന്നാൽ ഉണങ്ങിയിട്ടുമില്ല. നമുക്കൊരു നല്ല വെയിലുള്ളപ്പോൾ ഒരു 4-5 ദിവസം എടുത്താലും നമുക്ക് നല്ല പോലെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചില്ലേ, ആ വെള്ളത്തിലോട്ട് തന്നെ തിരിച്ച് മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. അതിൽ തന്നെ ഇട്ട് കൊടുത്തത് ഇതേപോലെ നമ്മൾ തലേന്ന് ചെയ്ത പോലെ തന്നെ കൈ വെച്ച് നല്ലപോലെ പാത്രം കുടഞ്ഞ് വീണ്ടും അടച്ച് വയ്ക്കാവുന്നതാണ്. വീണ്ടും 2ാമത്തെ ദിവസമാണ് ഇത് കാണുന്നത്. 2ാമത്തെ ദിവസം ഞാനിതുപോലെ മാങ്ങ ഉണക്കിയെടുക്കാൻ വെയിലത്തിട്ടിട്ടുണ്ട്. നല്ല വെയിലായിരുന്നേ. അപ്പോൾ നമ്മൾ വെയിലത്തൊന്നും നിൽക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ദിവസം 3 ദിവസം എങ്ങാനും ഉണങ്ങിയിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലൊരു 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി പിടിച്ച പൊട്ടത്തൊന്നുമില്ല, മാങ്ങയല്ലേ. പക്ഷെ നമുക്ക് നല്ലപോലെ ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് കറുപ്പ് കളറ്, നമ്മൾ മാങ്ങ ഉണങ്ങി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറുത്ത നിറാവുന്നതാണ്. അപ്പോൾ പൂപ്പൽ പിടിച്ചതോ കേട് വന്നതോ ഒന്നുമില്ല. മാങ്ങ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു ഉണങ്ങിയ ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക് യു.